ശിവമാർഗം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കാഞ്ഞാണിക്കടുത്ത് തൃക്കുന്ന് മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. ഒരു ചെറിയ കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഹനുമാൻ സ്വാമി ദർശിച്ച തേജസ്സിൻ്റെ മൂർത്തിഭാവമാണ് ഇവിടുത്തെ ശിവപ്രതിഷ്ഠ എന്നാണ് സങ്കല്പം. അലങ്കാര ഗോപുരങ്ങളോ കൊടിമരമോ ഇല്ലാതെ കിഴക്കോട്ട് ദർശനമായാണ് ഭഗവത് പ്രതിഷ്ഠ. ഹനുമാൻ കണ്ടെത്തിയ തേജസ്സിന്റെ മൂർത്തിഭാവമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. രാമരാവണ യുദ്ധകാലത്ത് ഹനുമാൻ മൃതസഞ്ജീവനി മല പൊക്കി ആകാശമാർഗെ കൊണ്ടുവരുന്ന വഴിയിൽ അതിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം അടർന്നു വീണെന്നും അത് ഒരു കുന്നായി രൂപപ്പെട്ടു എന്നുമാണ് ഐതിഹ്യം. ഐതിഹ്യം സത്യമെന്ന് തോന്നിക്കും വിധം ഈ ക്ഷേത്രത്തിനു ചുറ്റും കുന്നിൻ മുകളിൽ മുഴുവൻ വൃക്ഷലതാദികൾ സൂര്യപ്രകാശം വീഴാത്ത രീതിയിൽ നിബിഡമാണ്. ധാരാളം ഔഷധ സസ്യങ്ങളുമുണ്ട്. ശ്രീ പരമേശ്വരൻ ഹനുമാന് ദർശനം കൊടുത്ത സ്ഥലമെന്നും പറയപ്പെടുന്നു. ഉപദേവന്മാരായി ഗണപതി, ഭദ്രകാളി, ശാസ്താവ്, ദുർഗ എന്നിവരുണ്ട്. ശിവരാത്രി തുടങ്ങി 8 ദിവസം ക്ഷേത്രത്തിൽ 3 പൂജയും നിത്യനിദാന ചടങ്ങുകളും ഭംഗിയായി നടക്കുന്നു. ക്ഷേത്രത്തിന് താഴെ തെക്കുവശത്ത് പ്രധാന ക്ഷേത്രമായി വിഷ്ണു ക്ഷേത്രവുമുണ്ട്. ചതുര ശ്രീകോവിലിൽ ഭഗവാൻ പടിഞ്ഞാറ് ദർശനം നൽകുന്നു. ഇവിടെ അഷ്ടമിരോഹിണി, വിഷു, തിരുവോണം എന്നിവ ആഘോഷിക്കുന്നു. ഉപദേവതകൾ ഗണപതി, ഹനുമാൻ. ക്ഷേത്രത്തിൽ നിന്ന് ക്ഷേത്രക്കുളത്തിലേക്കുള്ള മാർഗം സവിശേഷത നിറഞ്ഞതാണ്. ഇരുവശവും കാനനം പോലെ വൃക്ഷലതാദികൾ നിറഞ്ഞ പടവുകളിലൂടെ അഗാധമായ ഇറക്കം. ഒരേക്കറോളം വിസ്തൃതിയിൽ വിശാലമായ ക്ഷേത്രക്കുളം.